ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ തീരെ കണ്ടു പരിചയമില്ലാത്ത ചില മുഖങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അത്തരത്തിലൊരു മുഖമാണ് വയനാട് എംപിയായ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടേത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ചില നീചമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ട് ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ ED അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. രാഹുൽ ഗാന്ധിയുടെ ഈ സംശയത്തിന് കൃത്യമായൊരു മറുപടിയുമായി മന്ത്രി P രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് 58 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ED രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ്. ഇതിനോടൊപ്പം മറ്റു ചില ചോദ്യങ്ങൾ കൂടി P രാജീവ് രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് P രാജീവിന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം. രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നത് കേട്ടില്ല. ഇവിടെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്തല്ലോ. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ നയിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളെ 58 മണിക്കൂർ ED ചോദ്യം ചെയ്യില്ലേ? എന്നിട്ട് നിങ്ങളെ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കില്ല. കാരണം നിങ്ങളെ ചോദ്യം ചെയ്യുന്നതും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടിക്കിടക്കുകയല്ലേ രാഹുൽ ഗാന്ധി? നിങ്ങൾ ഉത്തർപ്രദേശിൽ എത്ര ദിവസം പ്രചാരവേല നടത്തി? ഏറ്റവും ഒടുവിൽ അഖിലേഷ് യാദവിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി നിങ്ങൾ ഒരു പരസ്യ പത്രസമ്മേളനത്തിലേക്ക് വന്നു. നിങ്ങൾ കർണാടകയിൽ എത്ര തവണ നിങ്ങൾ പര്യടനം നടത്തി? കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത് ഇപ്പോ? കോൺഗ്രസ്. 28 പാർലമെന്റ് അംഗങ്ങളുണ്ട് കർണാടകയിൽ. നമുക്ക് 20, അവിടെ 28. ആ 28-ൽ കോൺഗ്രസിന് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ട്? 1. BJPക്ക് എത്രയുണ്ട്? 26. 25 BJP, ഒരു സ്വതന്ത്രൻ. 26. അവിടെ നിങ്ങൾ അധികാരത്തിൽ. അവിടെ നിങ്ങൾക്ക് BJPയുടെ സീറ്റ് പരമാവധി കുറയ്ക്കാം. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ സീറ്റ് പരമാവധി കൂട്ടാം. നിങ്ങൾ അവിടെ നിൽക്കണോ? ഏത് ഘട്ടത്തിലും BJPക്കെതിരെ നിങ്ങൾ കൂടി ഉൾപ്പെടുന്നവരെ പോലും പിന്തുണയ്ക്കുന്നതിൽ യാതൊരു ആശയക്കുഴപ്പമില്ലാത്ത BJPക്കെതിരായി ഫിക്സഡ് ഡെപ്പോസിറ്റായി നിൽക്കുന്ന കേരളത്തിൽ തന്നെ കെട്ടിക്കിടക്കണോ? ഇവിടെ വന്ന് ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന BJPക്കെതിരെ നിൽക്കുന്ന അന്വേഷണ ഏജൻസികൾ നിങ്ങളെ വേട്ടയാടുമ്പോഴും അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കുന്നവരെ ഇവിടെ വന്ന് വേട്ടയാടണമെന്ന് പ്രഖ്യാപിക്കണോ? ഇതാണ് കോൺഗ്രസ്. എങ്ങനെ കെജ്രിവാളിനെ അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും നയിച്ച കേസിന്റെ തുടക്കം നിങ്ങൾ നൽകിയ പരാതിയാണ്. ഡൽഹിയിലെ കെജ്രിവാൾ ഗവൺമെന്റിനെതിരെ നിങ്ങൾ നൽകിയ പരാതിയിൽ നിന്നാണ് കേസിന്റെ തുടക്കം. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചോദിച്ച ചോദ്യം ഇന്നും നിങ്ങൾക്ക് മാധ്യമങ്ങൾ ലഭ്യമാണ്. എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങളാ ചോദിച്ചത്, കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് ഇവിടെ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോ ഞങ്ങൾ പറയുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈക്വലായി മത്സരിക്കാൻ തുല്യമായ നിലയുണ്ടാകണം. അത് തെറ്റായ സമീപനമാണ്. നിങ്ങളുടെ നിലപാടെന്തോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കർണാടകയിൽ നിൽക്കുന്നില്ല. തെലുങ്കാന നിങ്ങൾ നോക്കൂ. തെലുങ്കാനയിൽ നിങ്ങളാണല്ലോ ഇപ്പൊ അധികാരം. തെലുങ്കാന മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. അവിടെ 17 സീറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ 3 സീറ്റ്. BJPക്ക് 4 സീറ്റ്. TRS പിന്നെ BRS ആയി. BRS ഇപ്പൊ ദുർബലപ്പെട്ടു. നിങ്ങൾ അധികാരത്തിൽ വന്നു. അവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണ്ടേ? എത്ര തവണ പോയി? BJPക്ക് പരമാവധി സീറ്റ് കിട്ടിയിട്ടുള്ളത് ഉത്തരേന്ത്യയിലാണ്. ഇനി സീറ്റ് അധികം കിട്ടാനില്ല. അവിടെ സീറ്റുകൾ കുറയും. അവിടെ കുറെ കൂടി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അവിടെയല്ലേ കേന്ദ്രീകരിക്കേണ്ടത്? അതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു? അതിന് കാരണം നിങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത,
അത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് കേന്ദ്രീകരിക്കും. ഇപ്പൊ പ്രിയങ്കവരാണ് ഭർത്താവ് BJPക്ക് ബോണ്ട് കൊടുത്തിട്ടാണ് ഭാര്യ ഇവിടെ വന്നിട്ട് BJP തോൽപ്പിക്കാൻ പറയണത്. എന്താണ്